ഐഡിയസ് നമുക്ക് ഇനി നോക്കാനുള്ളത് 11ാമത്തെ പാഠായിട്ടുള്ള അക്ഷരക്കണക്ക് എന്ന പാഠാണ്. അപ്പൊ ആദ്യം തന്നെ ഇവിടെ കൂട്ടാനും കുറയ്ക്കാനും വരുന്നത്, കൂട്ടലും കുറയ്ക്കലും. അപ്പൊ നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതേ കാര്യമാണ്. പ്രത്യേകിച്ച് ഇവിടെ കൂടുതൽ പുതിയ കാര്യങ്ങളൊന്നും ഇവിടെ നമ്മൾ പഠിക്കുന്നില്ല. ഒക്കെ സിമ്പിൾ ആണ്, പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇവിടെ ടെക്സ്റ്റ് ബുക്കില് കുറെ സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കാനും അളക്കാനും മാർക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് കുറെ ഇങ്ങനെ നീട്ടി നീട്ടി പരത്തി തന്നിട്ടുണ്ട്. നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് നോക്കാം. അതായത് ഞാനിതാ മൂന്ന് വരകള് മൂന്നിന്റെയും നീളം എത്രയാണ്? 5 സെന്റിമീറ്റർ വെച്ചിട്ട് ഞാനിതാ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയോ? ആദ്യത്തെ വരണ നമ്മൾ എടുത്തു. എന്നിട്ട് ഞാൻ സ്കെയിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് 1 സെന്റിമീറ്റർ, ഇത് എത്രയാണ്? 1 സെന്റിമീറ്റർ ഇവിടെ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോ ഈ ഒരു അകലം എത്ര ആയിരിക്കും? അതായത് ഇത്രയും ഉള്ളത് 1 സെന്റിമീറ്റർ ആണ് കണ്ടു. അപ്പൊ ബാക്കി ഇത്രയും എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? മൊത്തം ടോട്ടൽ ആകെപ്പാട് 5 സെന്റിമീറ്റർ ആണ്. അതിൽ 1 സെന്റിമീറ്റർ ഇവിടെ പോയാൽ ബാക്കി എത്ര ഉണ്ടാവുക? 4 സെന്റിമീറ്റർ ഉണ്ടാവുക അല്ലെ? ഓക്കെ, അതങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്ത കേസിക്ക് വരുമ്പോ ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ? ഇവിടെ 2 സെന്റിമീറ്റർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. എന്താ ചെയ്തത്? സ്കെയിൽ വെച്ചു, 2 സെന്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ബാക്കി ഭാഗം എത്ര ഉണ്ടാവുക? നമുക്കറിയാം മൊത്തം 5 ആണ്. അതിൽ നിന്ന് 2 പോകുമ്പോ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവുക? 3 സെന്റിമീറ്റർ ഉണ്ടായിരിക്കും. ഇനി ഞാൻ കുറെ ഇവിടെ നടന്നില്ല. ഇനി ഞാൻ ഇവിടെ നടക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് 2 സെന്റിമീറ്റർ ഇവിടെ നടത്തും. അപ്പൊ ബാക്കി ഇത് എത്ര ഉണ്ടാവുക? ഇവിടെ എത്ര ഉണ്ടാവുക? മൊത്തം 5 ആണ്. 2 ഇവിടെ പോയി, ബാക്കി എത്ര ഉണ്ടാവുക? 3 സെന്റിമീറ്റർ ഉണ്ടാവും. ഇതാ അപ്പൊ വലിയ കാര്യം. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയണ കാര്യമില്ലേ മിസ് ചെയ്യുന്നല്ലേ നിങ്ങൾ വിചാരിക്കണത്? അതിനെ പറഞ്ഞത് കൂട്ടാനും കുറയ്ക്കാനും ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണതാണ്. അപ്പൊ നോക്ക്, ഇതിൽ നമുക്ക് ഒരു മാറാത്ത ബന്ധം കാണാൻ പറ്റും. എന്താണ് ഇവിടെ മാറാത്ത ബന്ധം? അതായത് ഈ 2 നീളങ്ങളും കൂടി കൂട്ടുമ്പോ, അതായത് 2 അളവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? ഇപ്പൊ ഒന്നാമത്തത് ഇവിടെ 4 കിട്ടി, ഇവിടെ 1 കിട്ടി. ഈ 4ഉം 1ഉം കൂടി കൂട്ടുമ്പോ നമുക്ക് എന്ത് വരും? 5 എന്ന് കിട്ടും. അടുത്ത രണ്ടാമത്തെ കേസില് ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ 3ഉം 2ഉം കൂടി കൂട്ടി. അപ്പൊ എന്താ വന്നത്? അപ്പോഴും 5 വന്നു. ഇനി അടുത്തതില് ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഈ 2ഉം 3ഉം കൂടി കൂട്ടി. അപ്പോഴും എന്ത് വന്നു? 5 വന്നു. അപ്പോ ഇവിടെ മാറാത്ത ബന്ധം എന്താണ്? ഈ 2 അളവുകളുടെ തുക എന്ന് പറഞ്ഞാല് അതെന്താണ്? 5 ആണ്. ഇവിടെ മാറണില്ല അല്ലെ? നീളങ്ങൾ അങ്ങോട്ട് മാറാം. ആദ്യം ഇവിടെ 4 ആയി, ഇവിടെ 3 ആയി, ഇവിടെ 2, അത് മാറുന്നുണ്ട്. പക്ഷെ ഈ 2 പേരുടെയും തുക എന്ന് പറഞ്ഞാൽ അത് മാറണില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ? ഞാനൊരു വര എടുത്തിട്ടോ, അതൊരു വരാന്ന് വിചാരിച്ചു. ഇങ്ങനത്തെ ഒരു ലൈനാണ് ജസ്റ്റ് ഭംഗി തന്നെ വരയ്ക്കാം. അതായത് ഞാനൊരു ലൈൻ എടുക്കാനേ. അപ്പൊ ഇത് നമ്മളൊരു ലൈൻ എന്ന് വിചാരിച്ചോ. ഇനി ഇതിന് ഞാൻ എവിടെങ്കിലും ഒരു മാർക്ക് ഇതാക്കൊണ്ട് കൊടുത്തു, ഇവിടെ ഒരു മാർക്ക് കൊടുത്തു. അപ്പൊ ആദ്യത്തെ അളവ് ഞാൻ എൽന്ന് എടുത്തു, രണ്ടാമത്തെ അളവ് 6 എടുത്തു. മൊത്തം ഇതിന്റെ നീളം എന്ന് പറഞ്ഞാല് ഡി ആണെന്ന് വിചാരിച്ചോ. D സെന്റിമീറ്റർ ആണ്. അതായത് ഇവിടെ ഡിക്ക് പറയുമ്പോൾ എന്താണ്? 5 പറയുമ്പോൾ ഡി. മൊത്തം നമുക്ക് അറിയില്ല. നമുക്കിപ്പോ 5 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് 6 ആവും, ചിലപ്പോൾ 8 ആവും, ചിലപ്പോൾ 2 ആവും, ചിലപ്പോൾ 15 ആവാം. അങ്ങനെ പല അളവ് നമുക്ക് എടുക്കാം. അപ്പൊ നമ്മൾ ഒരു അളവ് വെച്ചിട്ടില്ല, നമ്മളൊരു കോമൺ ആയിട്ട് ഒരു ഡി എന്നല്ല കൊടുത്തു. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ എല്ലും 6ഉം കൂടി കൂട്ടുമ്പോ എന്ത് കിട്ടും? ഡി കിട്ടും. സിമ്പിൾ അല്ലേ? ഈസി അല്ലേ മനസ്സിലാക്കാൻ? അതായത് എല്ലിന് പകരം ഇവിടെ ഈ ഒരു കേസിൽ എല്ല് എന്ന് പറഞ്ഞാൽ 4 ആണ്, 6 എന്ന് പറഞ്ഞാൽ 1 ആണ്, 4ഉം 1ഉം ഡി പറഞ്ഞാൽ 5 ആണ്. ഇവിടുത്തെ കേസിൽ എല്ല് 3 ആണ്, 6 2 ആണ്. അപ്പൊ എല്ലും 6ഉം കൂട്ടുമ്പോ ഡി കിട്ടും. എല്ലായിടത്തും എന്താണ്? സെയിം ആണ്. ഇനി നമുക്ക് എല്ലും 6ഉം കൂട്ടിയ ഡി കിട്ടും നമുക്ക് മനസ്സിലായി. ഇത് നമുക്ക് എല്ലാം അറിയില്ലാന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? എല്ല് കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? മൊത്തം ഡി ഇല്ലേ? മൊത്തം ഡി, അതായത് മൊത്തത്തിലെ നീളം ഡി, അതായത് ഇവിടെയാണ് 5. അതിൽ നിന്നും നമുക്ക് എന്താണോ കിട്ടുക, അപ്പൊ നമുക്ക് എല്ലാണ് അറിയേണ്ടത്. അപ്പോൾ ഡിയിൽ നിന്നും 6 കുറയ്ക്കാം. അപ്പൊ എല്ല് കിട്ടും. ഇനി നമുക്ക് കിട്ടേണ്ടത് 6 ചോദിച്ചാൽ നമുക്ക് അറിയില്ല. 6 എന്താ നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, മൊത്തം ഡി, അതിൽ നിന്നും എല്ലാം കുറയ്ക്കാം. അപ്പൊ നമുക്ക് എന്താണ്? ആദ്യം 2, അതായത് ഇത് മാറാത്ത ബന്ധമാണ് ഇത് അല്ലേ? കാരണം ഈ 2 നീളങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡി തന്നെ ആയിരിക്കും. അത് എങ്ങനെ ഇവിടെ എല്ല് മാറിയാലും 6 മാറിയാലും ഒരു കുഴപ്പമില്ല, ഡി മാറാൻ പാടില്ല. രണ്ടിനും തുക എന്താണ്? ഡി തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ എല്ല് കാണുന്നുണ്ടെങ്കിൽ എല്ല് കാണാൻ എന്ത് ചെയ്യാം? ഡി മൈനസ് 6 ചെയ്യാം. 6 കാണാൻ എന്ത് ചെയ്യാം? ഡി മൈനസ് എല്ല് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പൊ ഇത്ര കാര്യങ്ങളാണ് അവിടെ കുറെ വലുതാക്കി കുറെ പരത്തി തന്നിട്ടാണ് ടെക്സ്റ്റ് ബുക്കില്. അപ്പൊ ഇതാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടി? ഇതാ
ഇതാ മൊത്തം ഒരു വരയുടെ നീളം d സെന്റിമീറ്റർ ആണെങ്കിൽ ഒരു ഭാഗം എല്ലും ഒരു ഭാഗം ആറാണെങ്കിൽ d എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? d എന്ന് പറഞ്ഞാൽ l+r ആയിരിക്കും. നമ്മളിപ്പോ പറഞ്ഞില്ലേ? ഓക്കെ, ഇനി നമുക്ക് വേറൊരു കണക്ക് നോക്കാം കേട്ടോ. ഇവിടെതാ ഒരു എന്താണ് ചതുർഭുജം. എന്താണ് ഈ ചതുർഭുജം എന്ന് പറയാ? ചതുർ എന്ന് പറയാൻ 4 എന്നാണ്, ഭുജം എന്ന് പറയാ വശങ്ങൾ. 4 വശമുള്ള ഒരു സാധനം, ഒരു അതിങ്ങനെ ക്ലോസ്ഡ് ആണ്, അതായത് ഇങ്ങനെ കൂട്ടിമുട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഇതിന്റെ എതിർമൂലയിൽ നിന്ന് എതിർമൂലകൾ തമ്മിൽ ബന്ധിപ്പിക്കുക. എതിർമൂലകൾ തമ്മിൽ ബന്ധിപ്പിക്കുക എന്ന് പറയുമ്പോ എങ്ങനെയാണെന്നറിയോ? ഇപ്പോ സെക്കൻഡ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടും പറ്റില്ല ഇങ്ങോട്ടും പറ്റില്ല, കാരണം അത് ഓൾറെഡി വരച്ചിട്ടുണ്ട്. ഈ മൂലയ്ക്കും വരയ്ക്കും. ഓൾറെഡി ഈ വര വരച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇങ്ങോട്ടും ഈ ഒരു മൂലയ്ക്ക് മാത്രമേ വരയ്ക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര വരച്ചു. അപ്പൊ എന്ത് ചെയ്തു? അപ്പൊ ദാ ഇങ്ങനെയായി. അതായത് നമ്മുടെ ഈ ചതുർഭുജത്തില് ഇപ്പൊ എന്ത് കിട്ടി? 2 ത്രികോണങ്ങൾ കിട്ടി. എവിടെ 2 ത്രികോണങ്ങള്? ഒന്നാമത്തെ ത്രികോണം എന്ന് പറഞ്ഞാല് ഇതാണ് ഒന്നാമത്തെ ത്രികോണം. ഇങ്ങനെ മാർക്ക് ചെയ്ത ഈ ഒരു ത്രികോണം കണ്ടോ? ഇതാണ് ഒന്നാമത്തത് അല്ലെ? ഈ രണ്ടാമത്തെ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ ത്രികോണം ഇതാണ് രണ്ടാമത്തെ ത്രികോണം. അപ്പൊ നമുക്കിവിടെ നോക്ക് 2 ത്രികോണങ്ങൾ കിട്ടി അല്ലെ? അപ്പൊ 4 വശമുള്ള ഒരു ചതുർഭുജം ആണെങ്കിൽ അവിടെ നമുക്ക് എത്ര ത്രികോണങ്ങൾ കിട്ടി? 4 വശമുള്ള ചതുർഭുജം ആണെങ്കിൽ നമ്മള് അവിടെ എതിർമൂലകള് ബന്ധിപ്പിച്ചപ്പോ അവരെ കൂട്ടിമുട്ടിച്ചപ്പോ നമുക്ക് 2 ത്രികോണങ്ങൾ കിട്ടി. പറഞ്ഞ മനസ്സിലായോ? ഇനി നമുക്ക് 5 വശങ്ങളുള്ള ഒരു പഞ്ചഭുജം, അതായത് ഇവിടെ നോക്ക് എത്ര വശങ്ങളുണ്ട് നോക്ക്. ഇവിടെ 1 2 3 4 5 5 വശങ്ങളുണ്ട്. ഇവര് തമ്മിൽ നമുക്കൊന്ന് കൂട്ടിമുട്ടിപ്പിച്ച് നോക്കാം. അപ്പൊ ഏതൊക്കെയാണ് മൂലകൾ? ഇതൊരു മൂല, ഇതൊരു മൂല, ഇതൊരു മൂല, ഇതൊരു മൂല. നമ്മൾ ഇവിടുന്ന് വരയ്ക്കുമ്പോൾ ഇങ്ങോട്ടും വരയ്ക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി വരച്ചിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പോ ഇങ്ങനെ വരച്ചു. അടുത്ത ഇങ്ങോട്ട് വരയ്ക്കാം. ഇങ്ങനെ വരച്ചു. ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, വരച്ച് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എത്ര ത്രികോണങ്ങൾ കിട്ടി? അപ്പൊ നമുക്ക് ഇവിടെ ത്രികോണങ്ങളുടെ എണ്ണങ്ങൾ നോക്കുമ്പോ ആദ്യം നമുക്ക് 1 2 3 ത്രികോണങ്ങളല്ലേ? ഒന്നാമത്തെ ത്രികോണം ഇത്, 2 ഇത്, 3 ഇത്. മനസ്സിലായാലോ? ത്രികോണങ്ങൾ 1 ഇത് ശരിയില്ല കേട്ടോ. അപ്പോ നമുക്ക് 5 വശമുള്ള ഒരു എന്താ പറയാ പഞ്ചഭുജം, അല്ലെ 5 വശങ്ങളുള്ള ഒരു എന്താ പറയാ ഒരു രൂപം. അതിൽ നമ്മൾ എതിർമൂലകള് ബന്ധിപ്പിച്ചപ്പോ നമുക്ക് എത്ര ത്രികോണങ്ങൾ കിട്ടി? 3 ത്രികോണങ്ങളാണ് നമുക്ക് ലഭിച്ചത്. മനസ്സിലായോ? അപ്പൊ 4 വശം ഉണ്ടെങ്കിൽ 2 ത്രികോണം, 5 വശങ്ങൾ ഉണ്ടെങ്കിൽ 3 ത്രികോണം. അപ്പൊ ഒന്നും കൂടി നമുക്ക് കൂട്ടാം. 6 വശമുള്ളതാണെങ്കിലോ? 6 വശമുള്ള ഒരു എന്താ പറയാ ഷഡ്ഭുജം, 6 വശമുള്ള ഒരു രൂപം. അതിന്റെ എതിർമൂലകൾ നമ്മൾ ബന്ധിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ എതിർമൂലകൾ എന്ന് പറയുമ്പോൾ എങ്ങനെ വരാം? അതായത് ഇതൊന്ന് മൂലകളാണ്, ഇതാണ് മൂലകൾ. അപ്പൊ ഈ അടുത്തുള്ള 2 മൂലയ്ക്ക് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓൾറെഡി ഇത് അങ്ങനെ വരച്ചിട്ടുണ്ട്, ഇത് വരച്ചിട്ടുണ്ട്. അത് നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അകലുള്ളതിനെ വരയ്ക്കാം. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് വരയ്ക്കാം. അപ്പോ 1 2 3 വരയ്ക്കുമ്പോൾ ഇങ്ങോട്ടാട്ടോ. ഓക്കെ, അപ്പോ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് നേരെ വരച്ചിട്ടല്ലോ. അപ്പൊ ഇവിടെ എത്ര ത്രികോണങ്ങൾ കിട്ടി? 1 2 3 4 ത്രികോണങ്ങൾ കിട്ടി. നമുക്ക് 6 വശങ്ങളായപ്പോ ഇപ്പൊ എത്ര ത്രികോണങ്ങളായി? 6 വശമായപ്പോ 4 ത്രികോണങ്ങളായി. നേരെ 4 വശങ്ങളുള്ള ഒരു രൂപമാണെങ്കിൽ അല്ലെങ്കിൽ ചതുർഭുജം ആണെങ്കിൽ അവിടെ നമ്മൾ ഒരു വര വരച്ചു. അപ്പൊ നമുക്ക് 2 ത്രികോണം കിട്ടി. 5 വശങ്ങളായപ്പോ നമ്മൾ 2 വര വരച്ചു. അപ്പൊ നമുക്ക് എത്ര ത്രികോണം കിട്ടി? 3 ത്രികോണം കിട്ടി. 6 വശമായപ്പോ നമ്മള് 3 വരകൾ വരച്ചു. അപ്പൊ നമുക്ക് എത്ര ത്രികോണം കിട്ടി? 4 ത്രികോണം കിട്ടി. എന്തെങ്കിലും ബന്ധമുണ്ടോ ഇവർ തമ്മിൽ? താഴെ ഒരു പട്ടിക കൊടുത്തിട്ട് നമുക്ക് ഇതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാം. നോക്ക്, 4 വശങ്ങൾ, 4 വശം എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇത് കുഞ്ഞിതാക്കിട്ട് വര വരച്ചു നോക്കാം. 4 വശങ്ങൾ. അകത്തെ വരകൾ എത്രയാണ്? ഇവിടെ ഒരു വരയെ നമ്മൾ വരച്ചത്, ഒരു വരയിലെ വരച്ചത്. അപ്പോ ഇനി ത്രികോണങ്ങൾ എത്രയാണ്? 1 2. അപ്പൊ 2 ത്രികോണം കിട്ടി. ഓക്കെ, ഇനി 5 വശങ്ങളുള്ള ഒരു പഞ്ചഭുജം, 5 വശങ്ങളുള്ള വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ 5 വശമുള്ള ഒരു രൂപം വരച്ചു. ഇനി അവിടെ വരകളുടെ എണ്ണം എങ്ങനെയാണ്? അകത്തെ വരകളുടെ എണ്ണം എങ്ങനെയാണ് നോക്കുക? അകത്തെ വരകളുടെ എണ്ണം കാണണമെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു മൂലയ്ക്ക് 1, ഇവിടേക്ക് 1 2, ഇത്രയല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ. വേറെ ഈ മൂലയിൽ ഇങ്ങോട്ടും വരയ്ക്കാൻ ഓൾറെഡി വരച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എത്ര വരകളാണ് നമ്മൾ വരച്ചത്? 2 വരകൾ വരച്ചു. ഇനി ത്രികോണങ്ങൾ എത്രയാണ്? നമ്മൾ 1 2 3 ത്രികോണങ്ങൾ കിട്ടി. ഇനി നമുക്ക് ഇങ്ങനെ വരച്ചു നോക്കൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് ഐഡിയ കിട്ടി. എന്താണ് ഐഡിയ? അതായത് ഇവിടെ 4 ആവുമ്പോ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 5 ആവുമ്പോ ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 6 വശങ്ങളാവുമ്പോ അകത്തെ വരകൾ 3
ത്രികോണങ്ങളുടെ എണ്ണം 4. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? 7 വശങ്ങളാണെങ്കിൽ അകത്തെ വരകൾ എത്രയാണ്? ഇവിടെ 3 ആവുമ്പോൾ ഇവിടെ എത്രയാണ്? 4. ഇവിടെ എത്രയായിരിക്കും? 5. ഇനി അടുത്തത് ഇവിടെ 8 വശങ്ങളുള്ള ഒരു രൂപമാണ്. അതിന്റെ അകത്തെ വരകൾ നമുക്ക് എത്ര വരയ്ക്കാൻ പറ്റും? 5 വരകൾ വരയ്ക്കാൻ പറ്റും. എത്ര ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റും? നമുക്ക് 6 ത്രികോണം നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പൊ എന്തോ ഒരു ബന്ധം ഇവർ തമ്മിലുണ്ട് അല്ലേ? അല്ലോ. അതായത് നമുക്ക് എങ്ങനെ എടുക്കാം? അതായത് വശങ്ങളുടെ എണ്ണവും കിട്ടുന്ന ത്രികോണങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം നമുക്ക് നോക്കിയാലോ. ഇവിടെ വശം 4 ത്രികോണം 2, വശം 5 ആയപ്പോ ത്രികോണം, ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. ആദ്യം 4 വശങ്ങളായപ്പോ 2 ത്രികോണങ്ങള് എന്താണ്? 2. 5 വശമായപ്പോ ത്രികോണം 3, 6 വശമായപ്പോ ത്രികോണം 4, 7 വശങ്ങളായപ്പോ ത്രികോണം 5. ഇതെവിടെ ബന്ധം? അതായത് ഇവിടെ ഒരു ചെറിയൊരു കണക്ഷൻ ഉണ്ട്. അതെന്താ നോക്കുമ്പോ ഈ 4ൽ നിന്നും 2 കുറച്ചപ്പോ എന്ത് കിട്ടി? ത്രികോണങ്ങളുടെ എണ്ണം കിട്ടി. ഇവിടെ നോക്ക്, 5ൽ നിന്നും 2 കുറച്ചപ്പോ 3 കിട്ടിയത് ത്രികോണങ്ങളുടെ എണ്ണം. 6ൽ നിന്ന് 2 കുറയ്ക്കുക, അപ്പൊ 4 കിട്ടി. 7ൽ നിന്ന് 2 കുറച്ചു, അപ്പൊ 5 കിട്ടി. അപ്പൊ എന്താ ഇവിടെ ബന്ധം? അതായത് വശങ്ങളുടെ എണ്ണത്തിൽ നിന്നും 2 കുറയ്ക്കുമ്പോ ത്രികോണങ്ങളുടെ എണ്ണം കിട്ടും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഞാൻ ചോദിക്കാണ്, എന്നാൽ 10 വശങ്ങൾ ഉണ്ട് എന്ന് വിചാരിച്ചോ. 10 വശങ്ങളുടെ രൂപം അതിനകത്തെ വരകൾ നമ്മൾ വരച്ചിട്ട് ത്രികോണങ്ങളാക്കി മാറ്റുമ്പോൾ എത്ര ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റും? കണ്ണും പൂട്ടി പറയാ, 10ൽ നിന്ന് 2 കുറയ്ക്കുക, അപ്പൊ എത്ര കിട്ടും? 8 ത്രികോണങ്ങൾ കിട്ടും അതിന്റെ ഉള്ളില്. എന്നാ ഞാൻ ചോദിക്കുന്നത്, ഞാൻ 100 വശമുള്ള ഒരു രൂപം വരച്ചു, അതിൽ എത്ര ത്രികോണങ്ങൾ ഉണ്ടായിരിക്കും? നമുക്ക് 100 വശമുള്ള ഒരു രൂപമൊക്കെ വരച്ചിട്ട് വരയ്ക്കാന്ന് പറയാൻ എന്താണ്? ഇമ്പോസിബിൾ. നമുക്ക് സാധ്യമല്ല അല്ലെ? കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 100 കുറച്ചാൽ മതി. അപ്പൊ 98 ത്രികോണങ്ങളാവും അവിടെ ഉണ്ടാവുക. കാര്യം പിടികിട്ടിയോ? അപ്പൊ ആ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോ ഇത് അവിടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി വരകളുടെ എണ്ണം അതും കൂടി പറയാം. നമ്മൾ ത്രികോണങ്ങളുടെ എണ്ണത്തിലെ കണക്ഷൻ പഠിച്ചു. ഇനി വരകളുടെ എണ്ണം കൂടി നമുക്ക് നോക്കാം. വരകളുടെ എണ്ണം എന്ന് പറഞ്ഞാല് ഇവിടെ നോക്ക്, ഇവിടെ 4 ആയപ്പോ ഇവിടെ 1, ഇവിടെ 5 ആയപ്പോ ഇവിടെ 2, ഇവിടെ 6 ആയപ്പോ ഇവിടെ 3, 7 ആയപ്പോ നോക്ക്, എല്ലാത്തിനും 3 കുറച്ചിട്ടല്ലേ ഇത് കിട്ടുക. 4ൽ നിന്ന് 3 കുറയ്ക്കുമ്പോ 1 കിട്ടി, 5ൽ നിന്ന് 3 കുറയ്ക്കുമ്പോ 2 കിട്ടി, 6ൽ നിന്ന് 3 കുറയ്ക്കുമ്പോ 3 കിട്ടി, 8ൽ നിന്ന് 3 കുറയ്ക്കുമ്പോ 5 കിട്ടി. ഇനി നമ്മൾ ചോദിക്കാണ്, ഇപ്പോ 50 വശമുള്ള ഒരു രൂപം വരച്ചു. അതിന്റെ അകത്ത് എത്ര വരകൾ വരയ്ക്കാൻ പറ്റും ചോദിച്ചാൽ എന്താ പറയാ? 50ൽ നിന്നും 3 അങ്ങോട്ട് കുറയ്ക്കന്നെ. അപ്പൊ എന്ത് കിട്ടും? 47 കിട്ടും. അപ്പൊ 47 വരകൾ വരയ്ക്കാൻ പറ്റും. മനസ്സിലായോ? ഇനി 50ൽ നിന്ന് 2 കുറച്ചാൽ എന്താണ്? 48 ത്രികോണങ്ങൾ അതിന്റെ അകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഒരു വശം ഇങ്ങനത്തെ, അതായത് ഇങ്ങനത്തെ രൂപങ്ങൾ, എത്ര വശമുള്ള രൂപങ്ങൾ തന്നാലും നമുക്ക് അതിനകത്ത് എത്ര വരകൾ വരയ്ക്കാൻ പറ്റുന്നു, എത്ര ത്രികോണങ്ങൾ നമുക്ക് ലഭിക്കുന്നു, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഇനി ഇവർക്കൊക്കെ നമ്മൾ എന്താണ് അതായത് നമ്മള് ഇപ്പൊ നമ്മൾ 5 വശം 6 വശം 7 വശം അങ്ങനെ പറയണ്ട. നമ്മൾ എന്താണ്? ത്രികോണങ്ങളുടെ എണ്ണം T എടുക്കാണ്. ഓക്കെ, ത്രികോണങ്ങളുടെ എണ്ണം എന്താണ്? അകത്ത് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോ ത്രികോണങ്ങളുടെ എണ്ണം T ത്രികോണങ്ങളാണ് നമുക്ക് കിട്ടുക എന്ന് വിചാരിച്ചോ. അപ്പോ നമുക്ക് വശങ്ങൾ നമ്മൾ S എന്ന് എടുത്തു. ഞാൻ ഇവിടെ നിന്ന് എഴുതി കാണിച്ചു തരാം. അപ്പോ വശം S കേട്ടോ, S ആണ്. ത്രികോണം T, അതായത് ട്രയാങ്കിൾ നിലയാണ്. വശം സൈഡ് ആണ്. ത്രികോണം T, ട്രയാങ്കിൾ നില, T ലെറ്റർ എടുത്തു. അപ്പോ നമുക്ക് ഇനി നോക്കാം. S വശങ്ങളുള്ള ഒരു രൂപം വരച്ചാൽ അതിൽ എത്ര ത്രികോണങ്ങൾ കിട്ടുന്ന വെച്ചാൽ നമ്മൾക്ക് എന്താ പറയാ? നമുക്ക് പറയാം T = S - 2. ഇതല്ലേ നമ്മൾ കണ്ട്. നമുക്കറിയാം, നമുക്ക് 10 വശമുള്ള ഒരു എന്താ പറയാ ഒരു രൂപമാണ്. അതിൽ എത്ര ത്രികോണം എന്താ പറയാ? 10 എന്ന് പറയുന്നത് എന്താണ്? S ആണ് ഇവിടെ 10. അപ്പൊ T എന്താ ചെയ്യാ? S പറഞ്ഞാല് 10. അപ്പൊ S - 2 ആണ്. അപ്പൊ S പറഞ്ഞാൽ 10, 10 - 2 പറഞ്ഞാൽ 8. അപ്പൊ 8 T ആണ്, 8 ത്രികോണങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഇത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഏതും കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഓക്കെ ജസ്റ്റ് പറയാം ഇനി നമുക്ക്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഇക്വേഷൻ കിട്ടി. എന്താണ്? ട്രയാങ്കിളുടെ എണ്ണം അല്ലെങ്കിൽ ത്രികോണങ്ങളുടെ എണ്ണം എന്താണ്? S - 2. ഇനി നമ്മളോട് ചോദിക്കാണ്, അതായത് ത്രികോണങ്ങളുടെ എണ്ണം തന്നു. എന്താണ്? ത്രികോണങ്ങളുടെ എണ്ണം തന്നു. നമ്മളോട് എത്ര വശങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് വേണം? ജസ്റ്റ് ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇക്വേഷൻ കൂടി കണ്ടെത്താം. അതായത് S എന്ന് പറഞ്ഞാല് ത്രികോണങ്ങളുടെ എണ്ണത്തിന്റെ കൂടെ 2 കൂട്ടിയാൽ മതി. നമ്മളോട് പറയാണ്, ഒരു രൂപം വരച്ചപ്പോ അതിനകത്ത് അകത്തെ വരകളൊക്കെ വരച്ചപ്പോ നമുക്ക് എന്ത് കിട്ടിയെന്ന് പറയാണ്? ഒരു 30 ത്രികോണങ്ങൾ കിട്ടിയെന്ന് വിചാരിച്ചോ.
30 ത്രികോണങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എത്ര വശങ്ങളുള്ള ഒരു രൂപം ആയിരിക്കും ചോദിച്ചാൽ നമുക്ക് എന്താ പറയാ? ഈ 30ന്റെ കൂടെ 2 അങ്ങോട്ട് കൂട്ടുക. അപ്പൊ 32 32 വശങ്ങൾ ഒരു രൂപം ആയിരിക്കും അത്. മനസ്സിലായോ? അപ്പൊ കണക്ഷൻ വിട്ടുപോരുതേ. ഇനി നമ്മളവിടെ എന്താണ് എൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ടി ഉണ്ട് എൽ ഉണ്ട്. എന്താണ് അപ്പൊ എല്ല്? എല്ല് എന്ന് പറഞ്ഞാല് അകത്തെ വരകൾ, ലൈനില്ലേ? എല്ല് ലൈനാണ് കേട്ടോ. ഇനി എല്ല്. അപ്പൊ നമുക്ക് മനസ്സിലായി മൊത്തം വശങ്ങളുടെ എണ്ണത്തിൽ നിന്നും 3 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? വശങ്ങളുടെ അകത്തെ വരകളുടെ എണ്ണം. അപ്പൊ എൽ ഈക്വൽ ടു മൊത്തം വശങ്ങൾ എസ്, അതിൽ നിന്ന് 3 അങ്ങോട്ട് കുറയ്ക്കുക. അപ്പൊ ഇനി ഇത്ര വലിയ എന്താ പറയാ 100 1000 ഇത്ര വലിയ വശങ്ങളുള്ള രൂപം തന്നാലും അതിനകത്ത് എത്ര വരകൾ വരയ്ക്കാൻ പറ്റുമെന്നും അതിനകത്ത് എത്ര ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നും നമുക്ക് ചെയ്തു നോക്കാൻ തന്നെ സെക്കൻഡുകളോട് പറയാൻ പറ്റുമല്ലോ ഉത്തരങ്ങള്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകാലോ. വളരെ സിമ്പിൾ ആയിട്ട് 2 ചോദ്യങ്ങൾ ഇവിടെ ഉള്ളൂ. അപ്പൊ 2 നമുക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തത്, ഒരു വരയിലെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു വര വരച്ച ചിത്രങ്ങളാണ് ചുവടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? ഇനി എന്താണ് ഇവിടെ പ്രത്യേകത നമുക്ക് നോക്കാം. ചിത്രത്തിൽ ചെരിഞ്ഞ വരയുടെ ഇടതും വലതും കോണുകൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയെല്ലാം പറയാം എന്നാണ്. ചിത്രത്തില് എല്ലാ ചിത്രത്തിൽ നോക്കുമ്പോഴും ഇവിടെ 2 കോണുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അതായത് ഇതൊന്ന്, ഇത് 2. ഇവിടെ ആണെങ്കിലോ ഇത് ഒന്നാമത്തെ കോണ്, ഇത് രണ്ടാമത്തെ കോണ്. ഇവിടെ ആണല്ലോ ഇത് ഒന്നാമത്തെ കോണ്, ഇത് രണ്ടാമത്തെ. നമുക്ക് കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിന്റെ അകത്ത് ഇതാണ് കോണ്. അപ്പൊ ഈ ഒരു പിക്ചറിലാണ് ഇതൊരു കോണ്. ഇനി ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇതൊരു കോണ്. ഇങ്ങനെ ഒരു കോണും ഇങ്ങനെ ഒരു കോണും. ഇങ്ങനെ 2 കോണും ഇവിടെ വരുന്നില്ലേ? ഇവിടുത്തെ കേസിൽ എന്താണ്? ഇതൊരു കോണ്, ഇതൊരു കോണ്. ഇത് രണ്ടും കൂടി ജോയിൻ ആകുമ്പോൾ ഇത് ഒരു കോണ്. മനസ്സിലായല്ലോ? അപ്പൊ ഓരോ ചിത്രത്തിലും വലതുവശത്തും ഓരോ കോണ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഇടതുവശത്തും ഓരോ കോണുകൾ കാണുന്നുണ്ട് അല്ലെ? അങ്ങനെ അപ്പോ ഈ കോണുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്നാ ചോദിച്ചത്. ഇപ്പൊ ബന്ധമുണ്ട്. എന്താണ്? ഇവര് 2 പേരും കൂട്ടിയാല് എപ്പോഴും എന്ത് വരണം? ഇവർ 2 പേരും കൂട്ടാന്ന് വിചാരിച്ചോ. അപ്പൊ എങ്ങനെ വരിക? ഇപ്പൊ ഞാൻ ഈ കോണും, അതായത് ഈ കോണ് ഒന്നാമത്തെ കോണ്, അതിന്റെ കൂടെ ഈ കോണും കൂടെ കൂട്ടുക. എന്ത് രൂപ കിട്ടുക? ഒരു റാ പോലെ കിട്ടും അല്ലേ? ഇങ്ങനെയല്ലേ കിട്ടുക? ഒരു മഴവില്ല് പോലെ റാ പോലെ കിട്ടും. അതായത് നമ്മളെ പ്രൊട്രാക്ടർ ഇല്ലേ? പ്രൊട്രാക്ടർ ഇതാ ഇങ്ങനെ, പ്രൊട്രാക്ടർ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഡിഗ്രി ഒക്കെ അതിന്റെ ഷേപ്പ് ഇങ്ങനെയല്ലേ നമ്മുടെ ബോക്സ്, ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉള്ളത്? അപ്പൊ നമുക്കറിയാം മൊത്തത്തിൽ എന്താണ്? ഇങ്ങനെ മൊത്തം ഒരു റാ പോലെ വരികയാണെങ്കിൽ അതിന്റെ ഡിഗ്രി എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അതിന്റെ കോണളവ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ ശരിയാണോ? ശരിയാണ്. കാരണം ഇവിടുത്തെ കോണ് നമ്മൾ ഇങ്ങനെ ചതുരക്കട്ട പോലെ കാണിച്ചത് ഇത് 90 ഡിഗ്രിയാണ് കാണാം. അപ്പോൾ എപ്പോഴും 90 ഡിഗ്രിക്ക് ഇങ്ങനെ മട്ട കൊണ്ട് ഇങ്ങനെ കാണിക്കാം. നമുക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ കൂട്ടുമ്പോൾ ഇതെങ്ങനെ വരുക? ഇങ്ങനെ ഇവിടെ റാ പോലെ വരും. അപ്പോഴും ഇതിന്റെ ഈ 2 കോണുകളുടെ തുക, ഈ കോൺ 1ന്റെയും കോൺ 2ന്റെയും തുക എന്ത് വരും? 180 ഡിഗ്രി വരും. ഇവിടെയും തന്നെ ആദ്യത്തെ കോൺ ഈ കുഞ്ഞിക്കോൺ, രണ്ടാമത്തെ കോൺ ഈ വലിയ കോൺ. അപ്പൊ ഈ കുഞ്ഞിക്കോണ് കോൺ 1, കോൺ 2, രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്ത് വരും? 180 ഡിഗ്രി വരും. അപ്പോ നമുക്ക് എന്ത് പറയാം? നമുക്ക് പറയാം 2 കോണുകളും ചേർന്നാൽ അതൊരു അർദ്ധവൃത്തം പോലെയാകുന്നു. അതിന്റെ ആകെത്തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. എഴുതേണ്ട ആവശ്യമുണ്ടോ? ജസ്റ്റ് എഴുതാം അല്ലെ അറിയാത്തവർക്ക്. അപ്പൊ നമുക്ക് പറയാം ഈ 2 കോണുകളും കൂടി ചേർത്താൽ അർദ്ധവൃത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റാ പോലെ ഒന്നും പേപ്പറിൽ എഴുതാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ മഴവില്ല് പോലെ ഒന്നും എഴുതാൻ പറ്റില്ലല്ലോ. നമുക്കൊരു സ്റ്റാൻഡേർഡിൽ എഴുതണ്ടേ? നമ്മൾ സ്റ്റാൻഡേർഡ് ടീം അല്ലേ? അപ്പൊ അർദ്ധവൃത്തം പോലെയാകുന്നു. ഇതിന്റെ ആകെത്തുക എപ്പോഴും 180 ഡിഗ്രിക്ക് ഇവിടെ എങ്ങനെ ഇടാം കേട്ടോ? ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി അതിൽ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇടതുവശത്തെ കോണിന്റെ അളവിനെ L എന്ന അക്ഷരം കൊണ്ടും വലതുവശത്തെ കോണിന്റെ അളവിനെ R എന്ന അക്ഷരം കൊണ്ടും സൂചിപ്പിച്ചാൽ L, R എന്നീ സംഖ്യകൾ തമ്മിലുള്ള മാറാത്ത ബന്ധം എങ്ങനെയെല്ലാം എഴുതാം? അതായത് നമ്മളിപ്പോ പറഞ്ഞ അതന്നെയാണ്. ഞാൻ ഈ കോണ് ജസ്റ്റ് ഒന്ന് മായ്ക്കണം കേട്ടോ, കാരണം നമുക്ക് ഇനി L, മാർക്ക് പേര് ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് ഈ ഒരു പേര് വേണ്ട. അപ്പോ
നമ്മൾ എന്ത് ചെയ്തു? ഇടത് വശത്ത് കോണിന്റെ പേര് നമ്മൾ എന്താ കൊടുക്കാണ്? L എന്ന് കൊടുത്തു. ഇത് L കൊടുത്തു, ഇത് R കൊടുത്തു. ഇത് L, ഇത് R, ഇത് L, ഇത് R. അപ്പൊ നോക്ക്, അങ്ങനെയാണെങ്കിൽ L, R എന്നീ സംഖ്യകൾ തമ്മിലുള്ള മാറാത്ത ബന്ധം എപ്പോഴും L-ഉം R-ഉം കൂട്ടുമ്പോൾ എന്ത് വരണം? 180 വരണ്ടേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? രണ്ടാമത്തെ ഉത്തരം ഞാൻ ഇവിടെ തന്നെ എഴുതാണ്. ഇങ്ങനെ എഴുതാം, L + R = 180 ഡിഗ്രി വരേണ്ടതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ വരയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലും ആറും കൂട്ടിയാൽ അവിടെ ഡി കിട്ടണം പറഞ്ഞേ. ഇവിടെ ഡി അല്ല, അവിടെ 180 നമുക്ക് അറിയാം ഉത്തരം. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ആക്കിയിട്ട് എഴുതാം. അതായത് നമുക്ക് കിട്ടിയത് L + R 180 കിട്ടി. ഇനി നമുക്ക് L ആണ് അറിയാത്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? L = എന്ത് ചെയ്യാ? ഈ 180 ആദ്യം പിടിച്ച് എഴുതാം. പിന്നെ നമുക്ക് അറിയണ കാര്യം എന്താണ്? 6 ആണ്. അപ്പം -6 ചെയ്യാം. ഇനി നമുക്ക് 6 അറിയില്ല. അപ്പൊ എന്ത് ചെയ്യാ? 180 എഴുതാം. അതിൽ നിന്ന് എല്ലാം കൂടി കുറയ്ക്കാം. അപ്പൊ നമുക്ക് ഇതാണ് അവർ തമ്മിലെ എന്ത്? മാറാത്ത ബന്ധം. ഓക്കെ, ഇനി നമുക്ക് അടുത്തതൊക്കെ പോവാം. L, R എന്നീ സംഖ്യകൾ എപ്പോഴും ഏത് രണ്ട് സംഖ്യകൾക്കിടയിലായിരിക്കണം? അതായത് എല്ലും ആറും എപ്പോഴും ഏത് സംഖ്യകൾക്കിടയിലായിരിക്കണം? ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ തന്നെ അറിയാൻ പറ്റും. ഇത് ഇപ്പോ ഇത് L, ഇത് R. എല്ലും ആറും, അതായത് എല്ല് ഞാൻ വിചാരിക്കും എല്ല് എപ്പോഴേലും 0 ആവോ? നോക്ക്, ഒരു കോണളവ് 0 ഡിഗ്രിയാണ് കോണളവ് എന്ന് പറയാൻ എങ്ങനെ ആയിരിക്കും കോണ്? ഇതൊരു വര നമ്മൾ വരച്ചോ. പ്രൊട്രാക്ടറിൽ 0 എന്ന് പറഞ്ഞാൽ ഇതന്നെ. ഇത് ഈ വരയുടെ, അതായത് ഇതിന്റെ മേലക്കൂടെ ഒരു വര കൂടി ഇങ്ങനെ മുട്ടിച്ച് വരയ്ക്കുക. ഇതിന്റെ മേലക്കൂടെ ഒരു വര നമ്മൾ വരച്ചു, അതിന് മേലെ ഒരു വര കയറി കടന്നു. അപ്പൊ അതിന്റെ ആ രണ്ട് വരകളുടെ ഇടയിലുള്ള ഡിഗ്രി എത്രയായിരിക്കും? 180. കാരണം അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പില്ല നിങ്ങൾക്ക് എന്താ പറയാ? 180, സോറി 0. ഇനി എങ്ങാനും ഈ വര, ഈ മുകളിൽ കിടന്ന വര കുറച്ചൊന്ന് എണീറ്റ് ഇങ്ങനെ ആയി വിചാരിച്ചോ. അപ്പൊ അതിന്റെ ഇടയിൽ എത്ര ആയിരിക്കും? 1 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ കൂടി ഏറ്റവും ലാസ്റ്റ് ഈ ഒരു വര ഇങ്ങനെ കടന്നു കേട്ടോ. അതായത് ഈ വര ഇങ്ങനെ കടന്നു. അപ്പോ ഈ വര ആദ്യത്തിന് മേലെ കടന്നു, ഇങ്ങനെ പൊങ്ങി, ആദ്യം പിന്നെ ഇവിടെ കടന്നു, ഇവിടെ ഇങ്ങനെ എത്തി. അങ്ങനെ ഇതിന്റെ ഇടയിലുള്ള ഈ രണ്ട് വരകളുടെ ഇടയിലുള്ള ഡിഗ്രി എത്രയായിരിക്കും? 180 ഡിഗ്രി. ഓക്കെ, അപ്പോ ഇങ്ങനെ വരുമ്പോ എപ്പോഴും ഈ രണ്ട് സംഖ്യകൾ 0-ന്റെയും 180-ന്റെ ഇടയില. 0 ആവാൻ പറ്റില്ല, 180 ആവാൻ പറ്റില്ല. പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്ന് എനിക്കറിയാം. അതായത് ഞാന് ഒരു കോണ് വരയ്ക്കുകയാണേ. ഇങ്ങനെ വരച്ചു. അപ്പോ ഈ ഒരു അളവ് എത്ര ഡിഗ്രി ആയി എന്ന് വിചാരിക്കുക? 10 ഡിഗ്രി ആവും. അപ്പൊ ഇവിടുത്തെ എത്രയായിരിക്കും? രണ്ടും കൂടി കൂട്ടിയാൽ 180 വരണം. ഇവിടെ 10 ആണെങ്കിൽ ഇത് 170 ഡിഗ്രി വരണം. മനസ്സിലായോ? ഇനി ഞാൻ എന്ത് ചെയ്തു അറിയോ? ഒരു വര അങ്ങനെ വരച്ചിട്ട് ഇതോ ഇങ്ങനെ മുട്ടിയില്ല. എനിക്കിങ്ങനെ നേരെ ഇതിൽ ബ്രോഡിൽ അങ്ങോട്ട് വരയ്ക്കാൻ നേരെ പറ്റില്ല കേട്ടോ. നിങ്ങള് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ഏറ്റവും കൊണ്ട് അടുപ്പിച്ചിട്ട് ഇതിന്റെ ഇടയിൽ ഒരു ഡിഗ്രി ആണെന്നൊക്കെ വിചാരിച്ചോ. അപ്പൊ ഇവിടെ ഇത്രയും കോണം എന്തായിരിക്കും? രണ്ടും കൂടി കൂടിയാൽ 180 വരണം. ഇവിടെ ഒന്നാണെങ്കിൽ ബാക്കി എത്ര? 179 ഡിഗ്രി ഇവിടെ ആയിരിക്കും. മനസ്സിലായോ? ഇതിങ്ങനെ കൂടെ വെച്ചിട്ട് ഇവിടെ 10 ആവുമ്പോൾ ഇവിടെ 170 ആയി. ഇവിടെ ഒന്നാം കൂടെ 179 ആയി. ഇനി നമുക്ക് ഇങ്ങനെ വെച്ചോ, നമ്മൾ ഇങ്ങനെയാണ്. ഇത് 90 ആകുമ്പോൾ ഇതും 90, കാരണം രണ്ടും കൂടി കൂട്ടിയാൽ 180 വരണം. ഇനി ഇതാ ഇങ്ങനെ വിചാരിച്ചോ, ഇങ്ങനെ ഇതൊരു 40 ഡിഗ്രി വിചാരിച്ചോ. അപ്പൊ ഇതിന്റെ ഇടയിൽ എത്രയായിരിക്കും? ഇവിടെ 140 ആയിരിക്കും. എന്നാൽ രണ്ടും കൂടി കൂട്ടിയാൽ 180 വരണം. അപ്പൊ ഇതിങ്ങനെ കൂടുമ്പോ ഇതിങ്ങനെ കുറയും. ഇതിങ്ങനെ കൂടും. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും. മനസ്സിലായോ? അപ്പൊ നമുക്ക് പറയാം, ഈ രണ്ട് സംഖ്യകൾ 0 ആവാൻ പാടില്ല. ഇനി രണ്ടെണ്ണം ഇങ്ങനെ 180 ആണെന്ന് വിചാരിച്ചു. ഇതിന്റെ ഇടയിൽ 180 ഡിഗ്രിയാണ്. അപ്പോ നമുക്ക് ഇവിടുത്തെ രണ്ട് കോണുകൾ പറയാൻ പറ്റുമോ? നമുക്ക് രണ്ടെണ്ണം വേണം. അതായത് ഇങ്ങനെ കൂട്ടാൻ എല്ലും വേണം, ആറും വേണം. അപ്പൊ ഇങ്ങനെ ഒരു ഒറ്റടിക്ക് ഒരു 180 പറഞ്ഞാൽ ഇതിന്റെ ഇടയിൽ നമുക്ക് രണ്ട് കോണം ആക്കാൻ പറ്റില്ല. ഇനി 0 ഡിഗ്രി പറഞ്ഞാൽ ഇങ്ങനെയാണ് 0. ഇതിന്റെ മേലെ കൂടെ ഒന്നുകൂടി കടന്നാം. അപ്പൊ നമുക്ക് പറ്റില്ല. എന്താണ്? 0 പറ്റില്ല, 180 പറ്റില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഉത്തരം എങ്ങനെ എഴുതാം? അപ്പൊ നമുക്ക് എഴുതാം, ഈ രണ്ട് സംഖ്യകളും എപ്പോഴും 0-നും 180-നും ഇടയിലായിരിക്കും. ഓക്കെ, ഒരു വശത്തെ കോൺ എത്ര കുറയുന്നുവോ അത്രയും തുക മറ്റേ വശത്ത് കൂടുന്നു കൂടി എഴുതാം കേട്ടോ. പക്ഷെ ആകെ തുക അത്രയും ഒരു വശത്തെ കൂടുമ്പോൾ മറ്റേത് കുറയും.
ഒരു വശത്തെ കുറയുമ്പോൾ മറ്റേത് കൂടും. പക്ഷെ തുക എന്താണ്? തുകയിൽ നോ കോംപ്രമൈസ്, 180 തന്നെ വേണം. ഓക്കെ, അതാണ്. അപ്പൊ അത്രയും ഒന്നാമത്തെ ചോദ്യത്തിൽ അത്രയും ഇതുള്ളൂ. ഇനി രണ്ടാമത്തേക്ക് വരാം. രണ്ടാമത് നോക്ക്. 40 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരത്തിന്റെ ഓരോ വശവും 1 സെന്റിമീറ്റർ വീതം നീട്ടി കുറെ കൂടി വലിയ ഒരു സമചതുരം ഉണ്ടാക്കി. വലിയ സമചതുരത്തിന്റെ ചുറ്റളവ് എത്ര കൂടി? കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഭയങ്കര ടഫാണ് അല്ലേ, ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നും. പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ആദ്യം ഒരു സമചതുരം കളർന്ന് മാറ്റട്ടെ. ആദ്യം ഒരു സമചതുരം ഞാൻ വരച്ചു. ഇതിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട്? 40 സെന്റിമീറ്റർ ആണ് തന്നു. എത്രയാണ്? 40. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റുള്ള അളവ്. അതായത് ഈ വശവും ഈ വശവും ഇപ്പൊ സമചതുരം പറഞ്ഞാൽ എല്ലാ വശവും ഈക്വൽ ആയിരിക്കും. ഇതിപ്പോ എ ആണെങ്കിൽ ഇതും എ ആയിരിക്കും, ഇതും എ ആയിരിക്കും, ഇതും എ ആയിരിക്കും. എല്ലാം കൂടി കൂട്ടിയാൽ എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എ എന്നുള്ള 4 എ കൂടിയ 4 എ എന്ന് പറയാൻ നമുക്ക് ചുറ്റളവ് എന്ത് തന്നിട്ടുണ്ട്? 40 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തോന്നി ഈ ചതുരം ഇവിടെ 4 എ നമുക്ക് ചുറ്റളവ് തന്നെ എഴുതാം. നമുക്ക് ഡൗട്ട് വേണ്ട. ചുറ്റളവ് ഈക്വൽ ടു 40 സെന്റിമീറ്റർ. ഇത് തോന്നി ഈ ചതുരം കുറച്ച് ചെറുതായി പോയി, ഓരോ വശങ്ങളും കുറച്ചും കൂടി ഇങ്ങോട്ട് വലുതാക്കായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഈ ഒരു വശം, അതായത് ഇപ്പൊ ഇത്രയുള്ളത് എന്താണ്? എ ഉണ്ട്, അതിന്റെ കൂടെ 1 സെന്റിമീറ്റർ കൂട്ടി കുറച്ചും കൂടി ഞാൻ വലുതാക്കി, ഇത്ര കൂടി കൂട്ടി. അതുപോലെ ഈ വശം എന്താണ്? ഇതിനേക്കാളും 1 സെന്റിമീറ്റർ ഇങ്ങോട്ട് കൂട്ടുകയാണേ. അപ്പൊ എന്ത് വന്നു? ഇത്രയും ഇതുണ്ട്, അതിന്റെ കൂടെ ഒന്നും കൂടി കൂട്ടി. അപ്പൊ നമ്മൾ ഇതാ ഇങ്ങനെ കുറച്ചും കൂടി ഒരു വലിയ ഒരു എന്താ കിട്ടാ? ഒരു സമചതുരം കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിന്റെ എന്താ പറയാ ചുറ്റളവ് എത്ര കൂടിയിട്ടുണ്ടായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ എല്ലാ വശങ്ങളും 1 സെന്റിമീറ്റർ കൂട്ടിയാല് ചുറ്റളവ് എത്ര സെന്റിമീറ്റർ കൂടിയിട്ടുണ്ടാവുക മക്കളെ? അതായത് ഇവിടെ എത്ര കൂടി? ഇവിടെ ഓൾറെഡി എ ഉണ്ട്, അതിന്റെ കൂടെ 1 ഇവിടെ കൂടി. ഓൾറെഡി ഇവിടെ എ ഉണ്ട്, അതിന്റെ കൂടെ 1 കൂടി. ഓൾറെഡി ഇവിടെ എ ഇവിടെ 1 കൂടി. ഇവിടെ ഓൾറെഡി എ ഉണ്ട്, അവിടെ 1 കൂടി. ഓരോ ഇവിടെ 1 കൂടി, ഇവിടെ 1 കൂടി, ഇവിടെ 1 കൂടി. ഈ 4 വശങ്ങളും ഓരോന്നോട് കൂടിയപ്പോ 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 എത്ര കൂടി? ഈ 40 മൊത്തം 40 ഉണ്ടായിരുന്നു. അതിനും കൂടെ ഈ വശം ഇവിടെ ഒരു 1 കൂടി, ഇവിടെ ഒരു 1 കൂടി, ഇവിടെ ഒരു 1 കൂടി, ഇവിടെ ഒരു 1 കൂടി. അപ്പൊ എന്തായി? മൊത്തം ഈ 40ന്റെ കൂടെ 4 സെന്റിമീറ്റർ കൂടെ കൂടിയില്ലേ? മനസ്സിലായോ? ഓരോ 4 വശങ്ങൾ ഉണ്ടായപ്പോ അതിന്റെ കൂടെ എന്താണ്? ഓരോ വശങ്ങളും ഓരോ സെന്റിമീറ്റർ കൂടിയപ്പോ ആ 4 കൂടി കൂട്ടിയപ്പോ എത്രയായി? 44 എന്നായി. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? വലിയ സമചതുരത്തിന്റെ ചുറ്റളവ് എത്ര കൂടി? 4 സെന്റിമീറ്റർ കൂടി എന്ന് എഴുതാം. ഓക്കെ, 60 സെന്റിമീറ്റർ ചുറ്റളവുള്ള സമചതുരത്തിന്റെ വശങ്ങൾ ഇതുപോലെ നീട്ടി ഉണ്ടാക്കുന്ന വലിയ സമചതുരത്തിന്റെ ചുറ്റളവ് എത്രയായിരിക്കും? അത് ഇപ്പൊ 60 ആണെങ്കിലും 80 ആണെങ്കിലും 100 ആണെങ്കിലും 180 ആണെങ്കിലും ഇങ്ങനെ വന്നാൽ, അതായത് ഓരോ വശവും ഇപ്പൊ ആദ്യത്തെ ഉള്ളത് ഇതിന്റെ ചുറ്റളവ് 60 ആണ്. ഇതിനെ ഓരോ സെന്റിമീറ്ററും കൂട്ടിയിട്ട് കുറച്ചും കൂടി വലുതാക്കി, ഈ വശങ്ങൾ ഓരോ വശങ്ങൾ വലുതാക്കിയിട്ട് എന്താണ് 60 കൂടി കുറച്ചും കൂടി വലുത് ഓരോ വശങ്ങൾ വലുതാക്കി ഇങ്ങനെ ആക്കി വെച്ചോ. അപ്പൊ ഇവിടെ 1 സെന്റിമീറ്റർ കൂടി, ഇവിടെയും കൂടി, ഇവിടെയും കൂടി, ഇവിടെയും കൂടി, ഇങ്ങനെ ഒന്നും കൂടി ഇങ്ങനെ ജോയിൻ ആക്കിയിട്ട് ഇങ്ങനെ ഒരു വലിയൊരു സമചതുരാക്കി ഇതിനെ മാറി. അപ്പൊ ഇവിടെ എന്താണ്? ഇതിന്റെ ചുറ്റളവ് ഇത്രയും ഓൾറെഡി ഇങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത്രയുള്ള ഒരു സമചതുരം എന്ന് പറഞ്ഞാല് അതിന്റെ ചുറ്റളവ് എത്രയായിരുന്നു? 60 ആയിരുന്നു. അതിന്റെ കൂടി ഈ ഒരു വശം 1, ഈ ഒരു വശം 1, ഈ ഒരു വശം 1. അപ്പൊ ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1. അപ്പൊ മൊത്തം എന്താണ്? 4 സെന്റിമീറ്റർ വീണ്ടും കൂടി. അപ്പോ അങ്ങനെ ഇത് ഈ ചുറ്റളവ് ഇവിടെ എത്രയാണെങ്കിലും കുഴപ്പമില്ല. അതായത് ചുറ്റളവിന്റെ കാര്യമല്ല ഇവിടെ നോക്കണം. എത്രയാണെങ്കിലും ഇവിടെ എന്താണ്? ഓരോ വശങ്ങൾ ഓരോ സെന്റിമീറ്റർ കൂട്ടാന്ന് പറഞ്ഞാല് മൊത്തം 4 സെന്റിമീറ്റർ ആണ് അവിടെ കൂടിയത്. കാരണം മനസ്സിലായോ? അപ്പോ ഇവിടെ നമ്മള് ആദ്യത്തെ അളവ്, അതായത് ആദ്യം അത് 60 ആണോ 40 ആണോ എന്നുള്ളത് അത് ഇവിടെ പ്രസക്തമല്ല. ഇവിടെ നമ്മൾ വശങ്ങൾ ഓരോ സെന്റിമീറ്റർ കൂട്ടുക എന്ന് പറഞ്ഞാല് പുതിയ ചുറ്റളവ് എന്താണ്? 4 സെന്റിമീറ്റർ കൂടിയിട്ടുണ്ടായിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? ഇനി അടുത്തത്, ഏത് സമചതുരത്തിന്റെ ചുറ്റളവും വശങ്ങളെല്ലാം 1 സെന്റിമീറ്റർ നീട്ടി ഉണ്ടാക്കുന്ന വലിയ സമചതുരത്തിന്റെ ചുറ്റളവും തമ്മിലുള്ള വ്യത്യാസം ഒരേ സംഖ്യയാണോ? എന്തുകൊണ്ട്? കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരേ സംഖ്യ തന്നെ ആയിരിക്കും. കാരണം എന്താണ്? നമുക്ക് നോക്കാം. ഇപ്പോ നമ്മൾ 2 സമചതുരങ്ങളുടെ കേസ് നോക്കി. 40 സെന്റിമീറ്റർ ചുറ്റളവുള്ളതും 60 സെന്റിമീറ്റർ ചുറ്റളവുള്ള 2 കേസ് നമ്മൾ നോക്കി അല്ലേ? അപ്പോഴോ അതിൻ്റെയൊക്കെ അതായത് അവിടെ നമ്മൾ ആദ്യം 40, പിന്നെ അത് കൂടെ ഓരോന്ന് വലുതാക്കിയിട്ട് ഓരോ സെന്റിമീറ്റർ വലുതാക്കി 44 ആയി. അതായത് ഒന്ന് പറഞ്ഞുതരാം, സംഭവം മനസ്സിലായ സിമ്പിൾ ആണ്. ആദ്യത്തെ
സമചതുരം ഇതിന്റെ ചുറ്റളവ് എത്രയായിരുന്നു? ചുറ്റളവ് 40 സെന്റിമീറ്റർ. ഇനി ഓരോ വശങ്ങളും കുറച്ചും കൂടി വലുതാക്കിയിട്ട് കുറച്ചും കൂടി വലിയൊരു സമചതുരാക്കി, അതായത് ഓരോ വശങ്ങളും കൂട്ടി. അപ്പൊ ഇവിടെ എത്രയായിരുന്നു? 40 കൂടി ഓരോ വശങ്ങൾ 4 വശങ്ങൾ ഓരോന്നും കൂടിയപ്പോ 4 കൂടി അപ്പൊ എത്രയായി? 44 സെന്റിമീറ്റർ ആയി എന്ത്? ഇവിടുത്തെ ചുറ്റളവ്. ഇനി ഇവരുടെ വ്യത്യാസം എങ്ങനെ കാണാം? ഇവരുടെ വ്യത്യാസം എന്ന് പറഞ്ഞാല് ഈ വലുതിന്റെ ചുറ്റളവിൽ നിന്നും ചെറുതിന്റെ ചുറ്റളവ് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടി? 4 സെന്റിമീറ്റർ. ആ കൂട്ടിയത് 4ആണ്. ഇവിടെ വ്യത്യാസം ഉണ്ടാവുക. മനസ്സിലായോ? ഇനി അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞത് 60ന്റെ കേസ് പറഞ്ഞാല്, അതായത് ആദ്യത്തെ സമചതുരത്തിന്റെ ചുറ്റളവ്, ഇത് ആദ്യത്തെ സമചതുരം എന്നൊക്കെ വിചാരിക്കട്ടോ, ജസ്റ്റ് ഞാൻ റഫായിട്ട് വരയ്ക്കാണ്. ഇതിന്റെ ചുറ്റളവ് എത്ര നമുക്ക് കിട്ടിയത്? 60 കിട്ടി. ഇനി ഓരോ സെന്റിമീറ്റർ വലുതാക്കിയ ഇതിന്റെ ചുറ്റളവ് എത്ര കിട്ടിയത്? 64. അതായത് 60ഉം അതിലൂടെ 4 കൂടി കൂട്ടി, അപ്പൊ 64. അപ്പൊ ഇവിടുത്തെ വ്യത്യാസം എന്താണ്? ഇവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 64 മൈനസ് 60 കുറയ്ക്കുമ്പോൾ എന്താണ്? അവിടെയും 4 കിട്ടി. അപ്പൊ എന്താണ് ഇത്? നമുക്ക് മനസ്സിലായി, അത് ഏത് സമചതുരാണെങ്കിലും അതിന്റെ വശങ്ങളെല്ലാം ഇങ്ങനെ ഒരു സെന്റിമീറ്റർ കൂട്ടിയാല് ഉണ്ടാക്കണ വലിയ സമചതുരം, അതിന്റെ ചുറ്റളവും ആദ്യത്തെ സമചതുരത്തിന്റെ ചുറ്റളവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? ഒന്ന് തന്നെ ആയിരിക്കും. മനസ്സിലായോ? അതെപ്പോഴും ഇവിടെ 4 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. ഓരോ സെന്റിമീറ്റർ ആണ് കൂട്ടാന്ന് വെച്ചാൽ അത് 4 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. അപ്പൊ അടുത്ത ചോദ്യം, സമചതുരമല്ലാത്ത ചതുരങ്ങൾക്കും ഇത് ശരിയാണോന്ന് എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ശരിയാവോ? സമചതുരം അല്ലാത്ത ചതുരം, സാധാ ചതുരം, അതായത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ് ഒരു ചതുരം. ഇപ്പൊ സമചതുരം എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും തുല്യമായിട്ടില്ല. ഇനി സാധാ ഇങ്ങനത്തെ പെട്ടിയില്ലേ, അതായത് നീളവും വീതിയുള്ളത്. സമചതുരം പറഞ്ഞാൽ നീളവും വീതിയൊന്നുമില്ല, എല്ലാം തുല്യമായിരിക്കും. ഇതെന്താണ്? ഇതൊരു ചതുരാണ്. അപ്പോ ഇതിന്റെ ചുറ്റോളം നമ്മൾ എന്ത് ചെയ്യുക? ഓരോ വശങ്ങൾ ഇങ്ങനെ കൂട്ടിന്ന് വിചാരിച്ചോ. അതായത് ഓരോ സെന്റിമീറ്ററും ഓരോ വശങ്ങളും ഓരോ സെന്റിമീറ്റർ കൂട്ടിയാല് അവിടെ എന്താണ് ഉണ്ടാവുക? അതായത് ഇവിടെ നീളം ഇവിടെ 1 സെന്റിമീറ്റർ കൂടി. അപ്പോൾ നീളം ഇവിടത്തെ ഇതിനെ മാറിയിട്ട് ഇങ്ങനെ കുറച്ചും കൂടി വലുതായി. ഈ വീതി, ഇത് വീതിയാണ്, അതും 1 സെന്റിമീറ്റർ ഇങ്ങനെ കൂടി. അപ്പൊ ഉണ്ടാവേണ്ടത് പറഞ്ഞാൽ നോക്ക്, മൊത്തം ആദ്യത്തേനേക്കാളും ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ ഈ നീളം 1 സെന്റിമീറ്റർ കൂടി, വീതി 1 സെന്റിമീറ്റർ, ഇവിടെ 1 സെന്റിമീറ്റർ, ഇവിടെ 1 സെന്റിമീറ്റർ. അപ്പൊ മൊത്തം 4 സെന്റിമീറ്റർ വീണ്ടും കൂടി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? സമചതുരത്തിന് മാത്രമല്ല ഈ കേസുള്ളത്, അതായത് ഇങ്ങനെയുള്ള ഭരണ ചതുരങ്ങൾക്കും എന്താണ് ഈ ഒരു റൂള് ബാധകമാണ്. ഇതേപോലെ തന്നെ സമചതുരങ്ങൾക്കും അല്ലാത്ത ചതുരങ്ങൾക്കും ഈ നിയമം അവര് പാലിക്കുന്നുണ്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ശരിയാണോ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? ശരിയാണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എന്തുകൊണ്ട് ഇതിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലേ? വ്യത്യാസം ഒരേ സംഖ്യയാണോ? അപ്പൊ ഇവിടെ ആണെന്ന് എഴുതാം ആദ്യം. അതുപോലെ അത് എന്തുകൊണ്ട് ഒരു ചോദ്യം ഉണ്ട്. അതായത് ഈ സമയത്തിന് ചുറ്റളവെല്ലാം 1 സെന്റിമീറ്റർ കൂട്ടിയാല് അത് ശരിയാവോ എന്തുകൊണ്ട് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? അതിന്റെ ആൻസർ ജസ്റ്റ് നിങ്ങൾക്ക് ഇനി നോട്ട്സ് എഴുതേണ്ടവർക്ക് വേണ്ടിയിട്ട്. ഇതിലിപ്പോ നമ്മൾ രണ്ടാമത്തെ പറയണം കേട്ടോ. നമ്മൾ മൂന്നാമത്തെ ജസ്റ്റ് ശരിയാണോ ചോദിക്കുമ്പോൾ ശരിയാണെന്നാണ്. അപ്പോ നമുക്ക് പറയാം, സമചതുരത്തിന്റെ വശം ആദ്യത്തെ ചുറ്റളവ് സമചതുരത്തിന്റെ ആദ്യത്തെ ചുറ്റളവ് എത്ര തന്നെ ആയാലും എന്നിട്ടൊരു കോമഡ വശങ്ങൾ 1 സെന്റിമീറ്റർ വീതം നീട്ടിയാൽ, സി എന്ന സെന്റിമീറ്റർ ആട്ടോ, 1 സെന്റിമീറ്റർ വീതം നീട്ടിയാൽ പുതിയ ചുറ്റളവ് പഴയതിനേക്കാൾ കൃത്യം 4 സെന്റിമീറ്റർ കൂടുതലായിരിക്കും. 4 സെന്റിമീറ്റർ കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് അതായത് ഇതിന്റെ ഉത്തരാട്ട പറഞ്ഞത്. ഇനിയിപ്പോ ഇത് കഴിഞ്ഞു. അടുത്തത് 5ാമത്തെ ചോദ്യം. വലുതാക്കിയ ചതുരത്തിന്റെ ചുറ്റളവ് P എന്നും ആദ്യത്തെ ചെറിയ ചതുരത്തിന്റെ ചുറ്റളവ് S എന്നും എഴുതിയാൽ ഈ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയെല്ലാം എഴുതാം എന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം. അതും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അതായത് ആദ്യം
കുഞ്ഞി സമചതുരം. അടുത്തത് ഓരോ സെന്റിമീറ്റർ വലുതാക്കിയ കുറച്ച് വലുത്. ഓക്കെ, ഇതില് ആദ്യത്തിന്റെ ഇത് ചുറ്റളവ്, ഇവിടുത്തെ ചുറ്റളവ്, ചെറുതിന്റെ ചുറ്റളവ്, വലുതാക്കിന്റെ ചുറ്റളവും ചെറുതാക്കിന്റെ ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ ചുറ്റളവ് വലുതിന്റെ ചുറ്റളവ് നമുക്ക് പി തന്നിട്ടുണ്ട്. ഇനി ചെറുതിന്റെ ചുറ്റളവ് എസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്നാണ് നമുക്കറിയാം. ഈ ചുറ്റളവ് എസ് എന്നുള്ള ചുറ്റളവിന്റെ കൂടെ 4 കൂട്ടുമ്പോഴാണ്, അതായത് ഇവിടെ ആദ്യം നമ്മൾ നോക്ക്, നമ്മുടെ കേസ് ആദ്യം ഇവിടെ 40 പിന്നെ നമ്മൾ ഓരോന്ന് കൂട്ടിയപ്പോൾ ഓരോ വശങ്ങളും കൂട്ടിയപ്പോൾ 40ന്റെ കൂടെ 1 + 1 + 1 + 1 എന്തായി 44 അപ്പൊ ചെറുതിന്റെ കൂടെ 4 കൂട്ടിയപ്പോൾ എന്ത് വന്നു? വലുതിന്റെ അല്ലേ. അപ്പൊ ചെറുതിന്റെ കൂടെ എന്ന് പറഞ്ഞാല് ചെറുത് എന്താണ്? എസ്. ചെറുതിന്റെ കൂടെ 4 കൂട്ടുമ്പോ വലുത് എന്താണ്? വലുതിൻ്റെത് പി ആണ്. അപ്പൊ S + 4 = എന്ത് വന്നു? പി എന്ന് വന്നു. അതുപോലെ നമുക്ക് എന്ത് പറയാം? നമുക്ക് ഇവർ തമ്മിൽ വ്യത്യാസം, അതായത് വലുതിന്റെ വലിയ ചുറ്റളവിൽ നിന്നും ചെറിയ ചുറ്റളവ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. രണ്ട് വ്യത്യാസം നോക്ക്. 44 ഇവിടെ നമുക്ക് 44 നിന്നും 4 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 40 കിട്ടി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? വലുതിന്റെ 44, അതിന്റെ ചെറുതിന്റെ 40, അതൊന്ന് കുറയ്ക്കുമ്പോൾ വ്യത്യാസം എന്ത് കിട്ടി? 4 കിട്ടി. അതുകൊണ്ട് വലുതിന്റെ മൈനസ് ചെറുതിന്റെ = 4 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്നിങ്ങനെ എഴുതാം. അതായത് നമുക്ക് ഇനി ചെറുതിന്റെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചെറുതിന്റെ നമുക്ക് അറിയില്ല, അപ്പോ മൊത്തം വലുതിൽ നിന്നും 4 കുറച്ചാൽ മതി. ഇങ്ങനെയൊക്കെ നമുക്ക് മാറ്റി എഴുതാം. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഇക്വേഷൻ മാറ്റി എഴുതാൻ അറിയില്ല, നിങ്ങൾ നമ്പർ വെച്ച് നോക്കാം. ചെറുതിന്റെ 40ന്റെ കൂടെ 4 കൂട്ടുമ്പോൾ വലുതിന്റെ കിട്ടി 44 കിട്ടി. വലുതിന്റെ 44, അതിന്റെ കൂടെ 4 കുറച്ചപ്പോ ചെറുതിന്റെ കിട്ടി. അപ്പൊ ഒരു ഇക്വേഷൻ ആയി. ഇനി ചെറുത് നമുക്ക് അറിയില്ല, അപ്പോ ചെറുത് അറിയില്ല. ഇവിടെ 40 നമുക്ക് അറിയില്ല. അപ്പൊ എന്ത് ചെയ്യാ? ഈ വലുത് 44, അതിന് 4 കുറച്ചാ എന്ത് കിട്ടി? ചെറുതിന്റെ കിട്ടി. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇതാ ഇങ്ങനെ 3 ഇക്വേഷൻസ് നമുക്ക് ഇവിടെ കിട്ടി. പറഞ്ഞ മനസ്സിലായോ? അപ്പോ നമുക്ക് എങ്ങനെയെല്ലാം എഴുതാൻ നമ്മൾ കണ്ടു. അപ്പോൾ ഇനി അക്ഷരഗുണൻ എന്നുള്ള അടുത്ത ടോപ്പിക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇത്ര മതി. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെ കമൻ്റായി രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.